താൻ എന്തുമാതിരി പരമ കൊഞ്ഞാണനാടോ പൈലി. ഈരാറ്റുപേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ഈരാറ്റുപേട്ട? വെറുതെ അല്ലടോ താൻ നടനാകാതെ ഡ്യൂപ്പായി പോയത്. 10,000 രൂപയൊക്കെ വെറുതെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വെറുതെ അല്ലല്ലോ അച്ചോ, അവിടെ അപ്പം തിരിച്ചു വരുമ്പോ തരികല്ലേ. പിന്നെ ചെല്ലപ്പൻ പിള്ളല്ലേ, ആ കാശ് പോക്കറ്റ് അടിച്ച് പോയെന്ന് കരുതിയാ മതി. പോന്നേ പോട്ടെ, എന്തോരം കാശ് പൈല് വെള്ളമൊടിച്ചു കളയും. അത് വിട്, നിനക്ക് അവളോട് എന്തോ ഒരു ഇതുണ്ട് ഇല്ലേ? നീ അത് ചെയ്യല. എന്തോന്ന് ഇത്? ഒന്നുമില്ലേ? എന്തൊന്നുമില്ല. എന്നാ നീ ഒന്ന് കുമ്പസാരിച്ച്. അത് വേണ്ട. കണ്ടോ കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്. ഒരു കാര്യമില്ല. ഒണ്ടേലും സാരല്ലടാ, നമുക്ക് അവളെ മാമോദിസ മുക്കാം. എന്തായാലും മറ്റവളെ മുക്കണം, എന്നാ പിന്നെ ഹോൾസെയിലായിട്ട് അങ്ങ് മുക്കാം. അച്ചോ, ഒരു ഫൈറ്ററുടെ ജീവിതം എന്ന് വെച്ചാ അതൊരു തരം ഞാനുമേക്കളിയാ. കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ വന്നാ ചിലപ്പോ കാലടറിപ്പോ എന്ന് വെച്ച് പൈലിക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ. ഈരാറ്റുപേട്ടയെന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ ബോംബെയിലോട്ട് തെണ്ടാൻ പോയ പൈലി. അങ്ങനെയായിരിക്കും അച്ഛന്റെ ധാരണ. കുടുംബത്തിൽ പിറന്ന അച്ഛോ ഞാനും. മാങ്കോയിക്കലെന്ന് പറയും. മൂത്ത മകനാ ഞാൻ. മാങ്കോയിക്കലവർ അച്ഛന്റെ പൊന്നുമോൻ. ഹിന്ദി സിനിമയിലെ ഞൗണാന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഡൂക്കില് ഡൂപ്പ് സ്റ്റണ്ട് നടൻ. ഹീറോയ്ക്കും വില്ലനും ഡൂപ്പ് കളിച്ച് തീക്കകത്തോട്ട് എടുത്തു ചാടും. കപ്പലിൽ നിന്ന് വീഴും. 10ാം നിലയിലോട്ട് ഏണിയില്ലാതെ പിടച്ചു കയറിയിട്ട് കൈവിടും. താഴെ എന്തുമാത്രം ബെഡും വലയും പിരിച്ചാലും ഈ പുറന്തല്ലി വീഴുമ്പോ തലമുറകൾ കുടിച്ച മുലപ്പാല് കക്കി പോവച്ചോ. ഒരുപാട് കക്കിയിട്ടുണ്ട് പൈലി. 1.5 രൂപ കൊടുത്ത് സിനിമ കാണുന്നവന്റെ കൈയടി പോലും നമുക്ക് കിട്ടുകയല്ല. അത് മുഴുവൻ മറ്റവും കൊണ്ടുപോകും പാവാവിനെ നടത്തുന്ന ഞൗണാൻ. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എനിക്ക് ഇത്രയും കാശ് വേറെ ഏത് പണി ചെയ്താ കിട്ടുവച്ചോ. കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതായപ്പോ അപ്പം പോയി, വിഷം കഴിച്ചു. എനിക്കോ ജോസ് കുട്ടിക്കോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പ്രയോജനം കിട്ടാത്ത 4 വരി എഴുതി വെച്ചിട്ട്. മോനെ പൈലി, മനസ്സിന് കട്ടിയില്ലാത്തോണ്ട് ഈ അപ്പനങ്ങ് പോവുക. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. നീ എങ്ങനെ നിന്ന് പഴയ്ക്കണം? കാക്കക്കാലെ പോണ പ്രായോ ജോസ് കുട്ടിക്ക്. അമ്മയില്ലാത്ത കുഞ്ഞ, അവനെ നീ നോക്കണം. ശവക്കുഴി വെട്ടിയവൻ കടത്തിന് കുഴിവെട്ടി. ശവപ്പെട്ടിയും കുന്തിരിക്കവൻ കടം കിട്ടി. വികാരിയച്ഛൻ കുഴിക്കാടം മേടിച്ചില്ല, കൊടുക്കാനില്ല. അത്രയ്ക്ക് പരമതന്റെയായിട്ട് എന്റെ അപ്പം പോയത്. മോനെ, കടം 1 2 ആയിരുന്നില്ലച്ചോ, ലക്ഷങ്ങളാ. അത് മുഴുവൻ ഞാൻ വേലെടുത്ത് വീട്ടി. ഗ്രാനൈറ്റിന്റെ കല്ലറ ഇല്ലേലും എന്റെ അപ്പനിപ്പോ ഇടവക സിമിത്തേരിൽ സുഖമായിട്ട് കിടക്കാം. മാലാഖമാരൊന്നും അങ്ങേരെ എനിക്ക് പച്ചീരുകാരൊന്നും വിളിക്കല്ല. അപ്പം മരിക്കുമ്പോ ജോസ് കുട്ടിക്ക് 1 വയസ്സ് തികയല. കാക്കയ്ക്കും പരത്തിനും കൊടുക്കാതെ ഒരല്ലലും അറിയിക്കാതെ ഞാൻ ഇത്രയും കാലം നോക്കി. അവന്റെ കല്യാണം നടന്നു. ഹിന്ദു എങ്കിൽ ഹിന്ദു, അവള് മുങ്ങിയാ മുങ്ങി, ഇല്ലെങ്കിൽ വേണ്ട. അതും കൂടെ കഴിഞ്ഞാൽ മടങ്ങാം. ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ പൈലിക്ക് മടങ്ങാം. അച്ഛൻ വരുന്നു എന്റെ ഇവിടെ. ബോംബയ്ക്കോ? എവിടെ വേണേലും പോവാച്ചോ. ഈ ഭൂമിയുടെ അറ്റം വരെ വേണേ പോവാ. നമുക്ക് ഇതിൽ പോവാച്ചോ. എന്താ വരുന്നോ? പോട്ടോ. பைலி இல்ல வேந்தம் பைலி. நான் பெருமாள், வரதராஜ பெருமாள். ஆனா யாரும் என்ன பேர் சொல்லி கூப்பிட மாட்டாங்க. அண்ணாச்சின் மரியாதையை தான் கூப்பிடுவாங்க. ஓ அட நெல்லுப்பா, உன்னை பார்க்க தானே வந்தேன். என்ன എന്തിന്? கொஞ்சம் பேசணுமே. അതെന്താണാച്ചി? ഇഷ്ടം പോലെ പേശിക്കോ. நேத்து நீ அடிச்சில்லையா பத்ரன், அவன் என்னோட ஆளு. ഓ അതെ, പട്ടിയെ വളർത്തുകയാണെ കെട്ടിയിട്ട് വളർത്തണം. അല്ലാതെ ഇങ്ങനെ തെണ്ടാൻ വിട്ടാനുണ്ടല്ലോ, നാട്ടുകാര് ചളക്കി പണ്ടാരടക്കളി. இரு 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 இரு, அவன் பண்ணது தப்புதான். அது கொண்டுதானே மாப்பு கேட்கறதுக்கு அவனை கூப்பிட்டு நான் ഇവിടെ വന്നത്. അത് ശരി. അപ്പൊ അവൻ ഇതിനകത്തുണ്ടായിരുന്നല്ലേ? പണിയാവുന്ന പണി മുഴുവൻ இருப்பா இருப்பா, அமைதியா இருக்கண்ணா. உன்னால எத்தனை நாள் அடிக்க முடியும்? 5 10 இல்ல அதுக்கு மேலயா? ஆனா அதுக்கு மேல ஏற பேர் என்னண்டு. என்னாலும் நான் தனியா விட வந்தேன். என்னன்னு അതിപ്പോ എനിക്കെങ്ങനെ അറിയാടോ അണ്ണാച്ചി? வயலே, உன்னை எனக்கு வேணும். நீ என்னோட இருப்பியா? உனக்கு எவ்வளவு சம்பளம் வேணும்? நீயே പറ. ചോദിക്കുന്ന കൂലിയെന്ന് പൈലിയെ വേലക്ക് നിർത്താൻ മൊയിലാളിക്ക് മൊയിലാവുക. മൊയിലാളി, உனக்கு எவ்வளவு வேணுமோ அவ்வளவு நான் தர்றேன். ஆனா நீ என்னோட இருக்கணும். நீ பறஞ்சால் கேட்கறதுக்கு இவட நிறைய பேர் உண்டு. அதை யூட்டிலைஸ் பண்ணிக்கணும். அந்த முட்டாள் ஃபாதர் கூட நீ பறஞ்சா கேட்பான். விட்டுற சொல்லு. சமரம் கிமரம் எல்லாத்தையும் விட்டுற சொல்லு. என்ன பையில யோசிக்கிற? இத பாரு, நான் எதையும் தனிச்சு சாப்பிட மாட்டேன், പകുത്ത് தான் சாப்பிடுவேன். അപ്പൊ തന്നെ പൊണ്ടാട്ടി എങ്ങനെയാ? അതും പകുത്താണോ ചാപ്പിടുന്നേ? നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തതിന്റെ ബാക്കി
என்ன யார் நினைச்சா நாயே? அம்மா முதலாளி போ பா. முதலாளி வந்தே வேண்டாம். அவன் சொல்ற பார்த்து போயிட்டியா? പിന്നെടാ പെരുമാളെ കയ്യിൽ തഴമ്പുള്ള കുറച്ച് ഹൈറേഞ്ച് നസ്രാണികളെ നീ കണ്ടിട്ടുള്ളൂ. നെഞ്ചി തഴമ്പുള്ളവരെ നീ കണ്ടിട്ടുണ്ടോ? ജീവൻ കയ്യിലെടുത്ത് ഇങ്ങനെ തായം കെട്ടി കളിക്കുന്നവരെ. അങ്ങനെയുള്ള ഈ കൈവച്ചൊന്നും തന്നാലുണ്ടല്ലോ നീ ഈ വണ്ടിയിൽ പടമായിട്ടിരിക്കും. പിന്നെ ഇവനത് പൊളിച്ചോണ്ട് പോയി ഫ്രെയിം ചെയ്ത് മാലയിട്ട് വല്ല ഭിത്തിയിലും തൂക്കേണ്ടി വരും. ചുമന്നിട്ട് പോടാ. டேய் நான் எப்போ ஒரு முறை முன்னாடி தெரியுவேன். அது உனக்கு இப்ப புரியாது. போ போ புரியும். ആ ദിവസത്തെ പോലെ ഇന്നും കട തുറന്ന് വെച്ചിട്ടുണ്ട്. കടക്കാരെയൊക്കെ ഒഴിവാക്കിയിട്ട് റെഡി ക്യാഷ് എന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് ഉള്ളവരെ കടയിൽ എത്തിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി തന്നെ. ആമേ കർത്താവേ. ചായ ഉണ്ടോ? ഓ അകത്തേക്ക് ഇരിക്കാം. ലൈറ്റോ സ്ട്രോങ്ങോ? അത് ചേട്ടന്റെ ഇഷ്ടം. ആ അത് കൊള്ളാം. ഒരാൾ ഇങ്ങനെ ചായ ചോദിക്കുന്നത് എന്റെ ചായക്കട ലൈഫിൽ ആദ്യമായിട്ടാ. സാർ ഈ നാട്ടിൽ ആദ്യം അല്ലയോ? ഓ കൂപ്പിലേക്ക് പോകുന്ന വഴി ആയിരിക്കും. അതെന്താ ഇത് കൂപ്പിലേക്കുള്ള വഴിയാണോ? അല്ല സാധാരണ കൂപ്പ് വിളിച്ചേക്കുന്നവരാ ഈ ജാതി വണ്ടിയിലൊക്കെ ഇവിടെ വരാറേ. അല്ലാതെ ആര് വരാനാ സാറേ ഈ കാട്ടുമുക്കിൽ? ഓ അത് ചുമ്മാ. പള്ളിക്കര എന്ന് പറഞ്ഞാ ഇപ്പൊ കേരളം മുഴുവൻ ഫേമസ് അല്ലേ? ഓ അത് ഈ കാര്യമില്ല സാറേ. ഭൂമി കുലുക്കം ദുരിതാശ്വാസം എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട രീതി ഫേമസ് ആയിട്ട് എന്നതാ കാര്യം? ഈ ഭാഗത്ത് ഒരുപാട് കരിങ്കൽ ക്വാറികൾ ഉണ്ടല്ലേ? ഉണ്ടോന്നോ? കോടതി ഉത്തരവ് കാരണം എല്ലാം നിർത്തിയിരിക്കുക. അല്ല സാർ ഇവിടെ ആദ്യാന്ന് പറഞ്ഞു, പിന്നെ ഇതൊക്കെ എങ്ങനെ അറിയാം? ടി വിയിലുണ്ടായിരുന്നല്ലോ നിങ്ങൾ സമരം നടത്തുന്നതൊക്കെ. നിങ്ങളുടെ ഒരു ലീഡർ ഉണ്ടല്ലോ, ഒരു ഗാന്ധിയൻ പിള്ള. ഓ സാറിന്റെ ഒരു ഓർമ്മശക്തിയെ. ഒരു പ്രാവശ്യം ടി വി കണ്ടെന്ന് വെച്ച് പേരൊക്കെ ഓർത്തിരിക്കുവോ? നല്ല ചൂടുണ്ടേ. ആ എത്രയായി? 2. ഹലോ ഇത് വേണ്ടേ? ഇട്ടാ പിടിക്കാവോ? നിർബന്ധമാണേ നോക്കാം. പിടിച്ചോ. നേരെ പിടിക്കേ. ആ പിടി 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 പിടി. എന്റെ കർത്താവ്.